ട്രോളിംഗ് നിരോധനം മറികടന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് കടലിൽ കുടുങ്ങി. തൃശൂർ അഴീക്കോട് നിന്ന് 50 മത്സ്യത്തൊഴിലാളികളുമായി പോയ ബോട്ടാണ് കുടുങ്ങിയത്. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ വിവരം ലഭിച്ചതിന് പിന്നാലെ തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. തൃശൂരിൽ ട്രോളിംഗ് നിരോധനം ലംഘിച്ച് കടലിൽ പോയ 4 ബോട്ടുകളാണ് തുടർച്ചയായി കടലിൽ കുടുങ്ങുന്നത്. ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ലെവിൻ, നമുക്കറിയാം ഈ മഴ കനത്തതോടെ മത്സ്യബന്ധനത്തിന് ഉൾപ്പെടെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഈ വിലക്കുകളെല്ലാം മറികടന്നുകൊണ്ട് മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് കടലിൽ കുടുങ്ങിയെന്ന വാർത്ത പുറത്തു വരുന്നത്. അതും 50 മത്സ്യത്തൊഴിലാളികളുമായി പോയ ബോട്ടാണ് കടലിൽ കുടുങ്ങിയതും. എപ്പോഴാണ് ഇവർ മത്സ്യബന്ധനത്തിന് പോയത്? ഒപ്പം തന്നെ രക്ഷാപ്രവർത്തനം ഏത് രീതിയിലായിരുന്നു? ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ കടലിൽ ബോട്ട് കുടുങ്ങിയത്. ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യബന്ധനത്തിന് ബോട്ടിംഗ് അടക്കമുള്ള രീതിയിൽ നടത്തുന്ന വൻതോതിലുള്ള മത്സ്യബന്ധനത്തിന് സംസ്ഥാന സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു കാലയളവിലാണ് ഈ നിരോധനത്തെ മറികടന്നുകൊണ്ട് കടലിൽ മീൻ പിടിക്കാൻ പോയ ബോട്ടുകളാണ് കുടുങ്ങിയത്. കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായ രീതിയിൽ 3 ബോട്ടുകൾ കടലിൽ കുടുങ്ങിയിരുന്നു. അഴീക്കോട് തുറമുഖത്ത് നിന്നുമാണ്, അഴീക്കോട് ഹാർബറിൽ നിന്നുമാണ് ഇന്ന് രാവിലെ ശ്രീവരുൺ എന്ന ബോട്ട് 50 മത്സ്യത്തൊഴിലാളികളുമായി കടലിലേക്ക് പോകുന്നത്. ഇവർ കടലിൽ 5 നോട്ടിക്കൽ മൈൽ ദൂരം പിന്നിട്ടതിന് ശേഷം ശക്തമായ മഴയും കാറ്റും ഉണ്ടാവുകയായിരുന്നു. ഈ ശക്തമായ മഴയിലും കാറ്റിലും പെട്ട ബോട്ടിന്റെ എഞ്ചിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചു. പിന്നീട് ഈ മത്സ്യത്തൊഴിലാളികൾ തന്നെ കയ്യിലിരുന്ന ഇന്റർനെറ്റ് ഫോൺ ഉപയോഗിച്ച് ഫിഷറീസ് സെന്ററിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് അഴീക്കോട് ഫിഷറീസ് സെന്ററിൽ നിന്നുള്ള ഫിഷറീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഈ ബോട്ടിനെ അന്വേഷിച്ച് ഇറങ്ങുന്നത്. പിന്നീട് ദീർഘനേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് ബോട്ട് കണ്ടെത്തുന്നത്. ഈ ബോട്ടിലെ തൊഴിലാളികളെല്ലാവരും സുരക്ഷിതരായിരുന്നു. അതോടൊപ്പം തന്നെ ബോട്ട് കെട്ടിവലിച്ച് മറൈൻ ഫിഷറീസിന്റെ ബോട്ടിൽ തന്നെ കരയിലെത്തിച്ചു. ഈ തൊഴിലാളികളുടെ ആരോഗ്യ പരിശോധനകൾ അടക്കം പൂർത്തിയാക്കി. ആരും കാര്യമായ ഗുരുതര പരിക്കുകളോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളോ ഉള്ളവരായിട്ടില്ല. ട്രോളിംഗ് നിരോധനം മറികടന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടാണ് കടലിൽ കുടുങ്ങിയത്. രക്ഷാപ്രവർത്തനം നല്ല രീതിയിൽ തന്നെ പുരോഗമിച്ചതുകൊണ്ട് ഈ 50 മത്സ്യത്തൊഴിലാളികളെയും രക്ഷപ്പെടുത്താൻ സാധിച്ചു. കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ.